ഇന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കമാകും എന്നുള്ളതാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എന്നിവരും യോഗങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും നാളെയുമായി 18, 19, 20 തീയതികളിലായി സംസ്ഥാന സമിതി യോഗവും ചേരും. വിശദാംശങ്ങളുമായി വിജിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. വിജിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് CPIMന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ആരംഭിക്കുകയാണ്. അത് ഏറെ ചർച്ചകളും ഒക്കെയും പ്രതീക്ഷിക്കുന്ന യോഗങ്ങളുമാണ്. കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്? പ്രിയ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടിക്ക് ശേഷമുള്ള ഒരു വിശദമായ ചർച്ചകൾക്കൊക്കെ വേദിയാകുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾക്കുമാണ് തുടക്കമാകുന്നത്. എന്തായാലും ഇന്നും നാളെയുമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ ചേർന്നിരുന്നു. അതിൽ പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ തോൽവിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ പറഞ്ഞിരുന്നത് ഈ വിശദമായ ചർച്ചകളിലേക്ക് കടക്കും, അതിന് നേതൃയോഗം ചേരുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിലെ വീഴ്ച, ഒരു തിരിച്ചടിയൊക്കെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ഏരിയ കമ്മിറ്റി യോഗങ്ങളും ലോക്കൽ കമ്മിറ്റി യോഗങ്ങളും ഒപ്പം തന്നെ ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ചിരുന്നു. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ക്രോഡീകരിച്ചാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗവും വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കുക. എന്തായാലും CPIM നേതാക്കൾ ഒക്കെ വ്യക്തമാക്കുകയും കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്താൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി പല ഘട്ടങ്ങളിലും ചില തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉരുത്തിരിഞ്ഞത്. അല്ലാത്ത ഘട്ടങ്ങളിൽ ഒക്കെ ഇടതുപക്ഷ മുന്നണി സീറ്റുകളിൽ കുറവ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും തൊട്ടടുത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ആ ചരിത്രമാണ് നിലവിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലാണ് പ്രാഥമികമായി നേതാക്കൾ ഒക്കെ നടത്തിയത് എങ്കിലും വിശദമായ പരിശോധന ഏത് മേഖലകളിൽ ഒക്കെയാണ് വോട്ട് കുറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കും. ഒപ്പം തന്നെ ഈ രാജ്യസഭാ സ്ഥാനാർത്ഥികളായി CPIക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIMന് ലഭിക്കേണ്ടിയിരുന്ന ഒരു സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് CPIM തയ്യാറായത്. മുന്നണി കെട്ടുറപ്പിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ആ രീതിയിൽ കേരള കോൺഗ്രസിൽ തന്നെ ഒപ്പം കൂട്ടി നിർത്താനുള്ള CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് വിജിൻ തിരുവനന്തപുരത്ത് നൽകിയത്.